ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരാളുടെ കാഴ്ചപ്പാട് അത് വിജയ സൗഹൃദമാണോ പരാജയ സൗഹൃദമാണോ എന്ന് തിരിച്ചറിയുക? ഇത് തിരിച്ചറിയാനായിട്ട് നിത്യ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവത്തെ എടുക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാർ ഓടിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് രൂപം കൊണ്ടിരിക്കുകയാണ്. എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ പറയുകയാണ്, എന്തൊരു ട്രാഫിക് ബ്ലോക്കാണ്, ഇവിടെ എന്നും ട്രാഫിക് ബ്ലോക്കാണ്, ഒരിക്കലും വിചാരിച്ച നേരത്ത് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ വൈകാരികമായ നിങ്ങളുടെ തലം ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് പറയുക, ഒടുക്കത്തെ ഒരു ട്രാഫിക് ബ്ലോക്ക്. അല്ലെങ്കിൽ ഇനി അതും കടന്ന് ചിലരൊക്കെ തെറി പറഞ്ഞിട്ട് ആ ട്രാഫിക് ബ്ലോക്കിനെ ഒന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രതികരിക്കുന്നതെങ്കിൽ, നിങ്ങളുടേത് ഒരു പരാജയ സൗഹൃദ കാഴ്ചപ്പാടാണ് എന്ന് പറയണം. കാരണം ട്രാഫിക് ബ്ലോക്ക് എന്ത് തന്നെയാണെങ്കിലും മാറും. ഒരു ട്രാഫിക് ബ്ലോക്കും ദീർഘസമയം നീണ്ടു നിൽക്കില്ല. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാലെങ്കിലും ട്രാഫിക് ബ്ലോക്ക് മാറാതിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇനി പരമാവധി എത്ര പോകും? ഒരു പകൽ മുഴുവനും നീണ്ടു നിന്നെന്ന് വരാം. അത് കഴിഞ്ഞാലും ട്രാഫിക് ബ്ലോക്ക് മാറുമല്ലോ. അപ്പോൾ മാറുന്ന ഒരു സാഹചര്യമാണത്. പക്ഷേ നിങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ഒരിക്കലും മാറാത്ത സാഹചര്യമാണെന്നാണ്. നിങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു മാനസിക അവസ്ഥയിലാണ് നിങ്ങളത് പറയുന്നത്. എങ്കിൽ പോലും നിങ്ങൾ അവിടെ കാണുന്നത് പരാജയത്തെയാണ്. ട്രാഫിക് ബ്ലോക്ക് മാറുക എന്ന് പറയുന്നത് വിജയമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് മാറില്ല. അപ്പോൾ ഇതുപോലെ നിത്യജീവിതത്തിലെ ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങളും അവിടെയെല്ലാം നിങ്ങൾ പരാജയത്തെ കാണുന്നു. അതാണ് പരാജയ സൗഹൃദ കാഴ്ചപ്പാട്. കാരണം ഈ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ മനസ്സുപയോഗിക്കുന്ന ലെൻസ് പരാജയ സൗഹൃദമായതുകൊണ്ട് അത് വിജയങ്ങളൊന്നും കാണുകയില്ല. പകരം എവിടെയൊക്കെ പരാജയമുണ്ടോ അത് വളരെ നിസ്സാരമായ ഒരു പരാജയമായിരിക്കാം, അല്ലെങ്കിൽ പരാജയം തന്നെ ആകണമെന്നില്ല, അല്ലെങ്കിൽ പരാജയമെന്ന് തോന്നുന്നതായിരിക്കും. എന്താണെങ്കിലും അതിനെ നിങ്ങൾ ഈ ലെൻസിൽ കൂടെ കണ്ട്, ഈ ലെൻസ് അതിനെ ഒരുപാട് ഇരട്ടി വലുതാക്കി നിങ്ങൾ അതിനെ ഒരു വലിയ പരാജയമാക്കി കാണുകയാണ്. അപ്പോൾ നിത്യജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ പരാജയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പരാജയ സൗഹൃദ കാഴ്ചപ്പാട്. ഇനി വിജയ സൗഹൃദ കാഴ്ചപ്പാടോ? ഇതേ സംഭവം, ട്രാഫിക് ബ്ലോക്ക്, നിങ്ങളുടെ കാറ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. മുൻപിലും പിറകിലും നിറയെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. നിങ്ങൾ പറയുക, ഇന്ന് എന്തോ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് കഴിയുമ്പോഴേക്കും മാറും അത്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നില്ല. നിങ്ങൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയതിനു ശേഷം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം, ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ്. അതായത് ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചെലവഴിക്കുന്ന ആ സമയം മുഴുവൻ നിങ്ങൾ ക്രിയാത്മകമായി ചെലവഴിക്കുകയാണ്. ട്രാഫിക് ബ്ലോക്കിൽ പോലും നിങ്ങൾ വിജയമാണ് കാണുന്നത്. കാരണം ഇത് മാറും. ട്രാഫിക് ബ്ലോക്ക് മാറുക എന്ന് പറഞ്ഞാൽ വിജയമാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും
വിജയങ്ങൾ കണ്ടെത്തുന്നു. അത് എത്ര കൊച്ചു കൊച്ചു വിജയങ്ങളാണെങ്കിലും, നിസ്സാര വിജയങ്ങളാണെങ്കിലും, അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ലെൻസിൽ കൂടെ വളരെ വലുതാക്കി നിങ്ങൾ അതിനെ കണ്ടെത്തുന്നു, അതിനെ അംഗീകരിക്കുന്നു, പറ്റുമെങ്കിൽ അതിനെ ആഘോഷിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് വിജയ സൗഹൃദ കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.